To me, this is quite impressive. What's your opinion? Not bad. The product is projected. That's important. Media list check up ചെയ്തോ? മെഡിക്കൽ ജേർണൽസിന് ടോട്ടൽ കവറേജ് കിട്ടിയിട്ടുണ്ടല്ലോ ഇല്ലേ? പ്രധാനപ്പെട്ട 7 മെഡിക്കൽ ജേർണലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Okay, Mr. Swagaran, go ahead. അങ്കിൾ, ചേട്ടത്തിയുടെ ടെസ്റ്റ് റിപ്പോർട്ട്സ്. What happened? ഇതാണ് സിംറ്റം. Pathological investigations are quite normal. അല്ലേ സുനിതേ? യെസ് അങ്കിൾ. ENT ടെസ്റ്റിലും അപാകതയൊന്നും കാണാനില്ല. സാധാരണയായി പലരിലും കാണുന്ന സൈനസ് ട്രബിൾ പോലും ചേട്ടത്തിക്കില്ല, അല്ലേ അങ്കിൾ? Yes, you are right. ചുരുക്കത്തിൽ ഈ ടെസ്റ്റുകൾക്കൊന്നും രാധയുടെ തലവേദനയുടെ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? ഇനി ഒന്നേ ബാക്കിയുള്ളൂ. എന്താണ്? സ്കാനിങ്, ബ്രെയിൻ സ്കാനിങ്. തലച്ചോറിന് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് അറിയണം. ഏതായാലും ഫിസിഷ്യൻ പറഞ്ഞ മരുന്ന് എന്നെ ഒരാഴ്ചത്തെ കൂടി കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. വാട്ട് ഡു യു സേ രാജശേഖരൻ? ദാറ്റ്സ് റൈറ്റ്. അല്ലാതെ എന്ത് ചെയ്യാനാ മാത്യു? മതി മതി. നീ ഇങ്ങനെ ആടിക്കൊണ്ടിരുന്ന് എങ്ങനെയാ കഴിക്കുന്നത്? നേരെ ഇരുന്ന് കഴിക്കൂ. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ കുഞ്ഞിനെന്ത് പറ്റിയെന്ന് ENT സ്പെഷ്യലിസ്റ്റും ഐ സ്പെഷ്യലിസ്റ്റും ഒക്കെ നോക്കി. സുനിതേ, നീ അവരെ കണ്ടില്ലേ? പിന്നെ എല്ലാ റിപ്പോർട്ടും ഇന്ന് വൈകുന്നേരം കിട്ടും. ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. മറക്കരുത്. ഇല്ല. വൈകിട്ട് ഞാൻ ഡോക്ടർ മാത്യുവിനെ വിളിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതല്ലേ? കറക്റ്റ്. ഇക്കാലത്ത് ഒരു ഡോക്ടറെയും വിശ്വസിച്ചുകൂടാ. വല്ല ആയുർവേദ ചികിത്സയും നോക്കിയാലോ എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. പറയട്ടെ. നോ ഫിയേഴ്സ്, പറയണം. ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ ഇവക്ക് ഗുണം ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഞങ്ങൾ കുറച്ചു ദിവസത്തേക്ക് രാധ വീട്ടിലേക്ക് കൊണ്ടുപോട്ടെ? ബൈ ഓൾ മീൻസ്, എനിക്ക് യാതൊരു വിരോധമില്ല. മോളെ, നാം കുറച്ചു ദിവസത്തേക്ക് വീട്ടിലേക്ക് പോകാം. എന്തിന്? നിന്റെ ഈ വിട്ടുമാറാത്ത തലവേദന ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയറിന് ഒരു തകരാറുമില്ല. ഏത് തീരാവ്യാധിയാണെങ്കിലും ഈ വീട് വിട്ട്, എന്റെ സുഖവട്ടിനെ വിട്ട് ഞാൻ അവിടത്തേക്ക് വരില്ല. മോളെ, നീ ഇങ്ങനെ വാശി പിടിച്ചാൽ അമ്മ ഇക്കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട. എന്താ സുധി ഇത്? ഏത് സമയം ഇപ്പൊ എത്രയായി? എത്രയായി? 1:40. എവിടെ പോയിട്ടാണ് ഈ പരുവത്തിലായത്? ഒന്ന് ഫോൺ ചെയ്ത് പറയെങ്കിലും ചെയ്തുകൂടായിരുന്നു? എന്തിനാ? വീട്ടിലിരിക്കുന്ന ഒരു തീരൊന്ന് വിഷമിക്കാതിരിക്കാൻ. ശരിയാതമ്മേ, നീക്ക് ഇപ്പൊ തന്നെ തലയിച്ച് നോക്കാൻ ഒരു ഭർത്താവുണ്ടല്ലോ. ഇനിയും ഭാരം വേണോ? ഞാൻ വെറുതെ പറഞ്ഞ. ഐ എം സോറി. ഞാൻ വേദനിപ്പിച്ചല്ലേ? മാപ്പ്. ഒരു നിമിഷം നിൽക്കൂ. നിങ്ങളെ ഈ വേദനയുടെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, ചുരുങ്ങിയ പക്ഷം ഈ വേദന പങ്കിട്ട് അനുഭവിക്കാൻ വന്ന ദിവസം മുതൽ വഴി അന്വേഷിക്കുന്നതാണ് ഞാൻ.
സുഖേട്ടൻ എന്താ ഉറങ്ങാത്തത്? ഉറങ്ങി, പക്ഷേ എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. നീ എവിടെ പോയിരുന്നു? ബാൽക്കണിയിൽ പോയിരുന്നു. ഒറ്റക്കായിരുന്നു? സുധാരൻ സംസാരിച്ച് നിന്നോടായിരുന്നു? ചേട്ടനുറങ്ങോ? രാധേ, എന്തോ? ആ സ്ലീപ്പിംഗ് പിൽസ് ഒന്നു കൊടുത്താ? അയ്യോ വേണ്ട, ഇന്നത്തേക്ക് മാത്രം ഒന്നുകൂടെ പ്ലീസ്. ഞാൻ സുനിതയെ വിളിക്കട്ടെ? ഈ വാർഡ്രോബിൽ നിന്നൊരു ഗുളി എടുക്കാൻ സുനിതയെ വിളിക്കണോ? ഇവിടെ പച്ചമഷി കൊണ്ട് വരയ്ക്കട്ടെ? ഇവിടെ മതി. എന്റെ പൊന്നല്ലേ. ഓ, വൈകുന്നേരം വേഗം വരണേ. നേരത്തെ വന്നിട്ട് എന്ത് ചെയ്യാനാ? കൊത്തങ്കല് കളിക്കാൻ. എന്താ, കല്യാണം കഴിഞ്ഞിട്ട് 5 ദിവസമേ ഉള്ളൂ. ഇപ്പഴും എന്നോട് വഴക്ക് പറയാനും പിണങ്ങാനും തുടങ്ങിയോ? വഴക്ക് പറയാനല്ലേ, ഇടിക്കാൻ എനിക്ക് തോന്നുന്നു. പോകുന്നില്ലേ? ഇപ്പൊ തന്നെ ലേറ്റായി. ആ പോകുന്നു. ഇനി നാളെ വൈകുന്നേരം 6 മണിക്ക് ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇടയ്ക്ക് വേഗം വരണേ. അത് പിന്നെ പറയാനുണ്ടോ? അല്ലേ? What's his condition?
ഒന്നും പറയാനായിട്ടില്ല. ലെറ്റ് us hope for the best.